കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് തിരിച്ചടി. മുൻ രജിസ്ട്രാർ അനിൽകുമാറിന് നൽകിയ ചാർജ് മെമ്മോ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. നോട്ടീസിന്മേൽ തുടർ നടപടികൾ പാടില്ലെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ്. അനിൽകുമാർ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, എസ് അനിൽകുമാറിന്റെ ഹർജിയിലാണ് ഇപ്പോൾ കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. മോഹൻ കുന്നുമ്മലിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? കെ എസ് അനിൽകുമാർ സമർപ്പിച്ച ഒരു ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഒരു ഇന്ററിം സ്റ്റേ ആണ് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ചാർജ് മെമ്മോ നടപടി ഹൈക്കോടതി തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു അടിയന്തര നടപടി എടുത്തതെന്ന് വിശദീകരിക്കാൻ വൈസ് ചാൻസലറോട് കോടതി ആവശ്യപ്പെട്ടു. അതായത് വിശദീകരണം നൽകണം വൈസ് ചാൻസലർ. മാത്രമല്ല, വൈസ് ചാൻസലർക്ക് ഈ വിഷയത്തിൽ ഒരു കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാവുന്നൊരു സമയവും കോടതി അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് മാത്രമാണ് വന്നിരിക്കുന്നത്, അന്തിമ തീരുമാനമല്ല. പലതരത്തിൽ നേരത്തെ തന്നെ കേരള സർവകലാശാലയിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒത്തിരി വിവാദങ്ങൾ വന്നതാണ്. ആദ്യം അവിടെ ഒരു ഗവർണറുടെ പരിപാടി വരുന്നു, ചാൻസലർ കൂടിയായ ഗവർണർ അത്തരമൊരു പരിപാടി വരുമ്പോൾ അവിടെ ഭാരതാംബയുടെ ചിത്രം വരുന്നത് വലിയ വിമർശനമാത്മായി കാണുകയും പിന്നീട് പരിപാടിക്ക് അനുമതി നിഷേധിക്കുകയും ചെയ്യുന്നു. അതിന് കാരണക്കാരനായ രജിസ്ട്രാർ എന്നുള്ള നിലയ്ക്കാണ് മോഹൻ കുന്നുമ്മൽ ഈ വിസിക്കെതിരെ നടപടിയെടുക്കുന്നത്. സ്വാഭാവികമായും അത് ചോദ്യം ചെയ്ത് പിന്നീട് പല പ്രശ്നങ്ങളുണ്ടായി. കോടതിയിൽ വന്നു, കോടതിയിൽ പിന്നീട് അത് വീണ്ടും തിരിച്ചയച്ചു. അങ്ങനെ ഒരുപാട് നിയമ പോരാട്ടങ്ങൾ. വീണ്ടും അപ്പോഴും ഒരു കാരണം കാണിക്കൽ, ഒരു ചാർജ് മെമ്മോ, കുറ്റാരോപിത മെമ്മോ ഉൾപ്പെടെ നൽകുകയാണ്. എന്തായാലും ഇത് ഉൾപ്പെടെ തനിക്ക് തന്നെ നിയമിച്ച അധികാരി ആരാണ്, അതായത് പ്രത്യേകിച്ച് സിൻഡിക്കേറ്റിന്റെ കാര്യമാണ് പറയുന്നത്, അവർക്കില്ലാത്തൊരു പവർ കേരള യൂണിവേഴ്സിറ്റിയിലെ ഇന്ന വകുപ്പുകൾ പ്രകാരം എങ്ങനെയാണ് വൈസ് ചാൻസലർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന സെക്ഷൻ ഇത്തരമൊരു കേസിൽ ഉപയോഗിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി ചോദിക്കുന്നത്. മാത്രമല്ല, കോടതി ഈ കാര്യം ചോദിക്കുന്നുണ്ട്, ഈ നേരത്തെ പറഞ്ഞ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള ചട്ടങ്ങൾ, അത് യൂണിവേഴ്സിറ്റി ആക്ടിലെ 10/13 എന്ന് പറയുന്ന ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾ ഉപയോഗിക്കാനുള്ള സെക്ഷൻ ഈ കേസിൽ എന്തായിരുന്നു അടിയന്തര സാഹചര്യം എന്നത് വ്യക്തമാകുന്നില്ല. അത് ഉൾപ്പെടെ വൈസ് ചാൻസലർ വിശദീകരിക്കണം. മാത്രമല്ല, ഈ കുറ്റപത്രം അല്ലെങ്കിൽ ചാർജ് മെമ്മോ പുറപ്പെടുവിച്ചത് ശരിയായ അധികാരത്തോടെയല്ല. അതായത് വൈസ് ചാൻസലർ അമിതാധികാരം പ്രയോഗിച്ചു എന്ന് തന്നെയാണ് സിംഗിൾ ബെഞ്ച് പറയുന്നത്. ഈ വിഷയത്തിൽ വൈസ് ചാൻസലർ കോടതിയിൽ ഒരു വിശദീകരണം നൽകണം. തൽക്കാലത്തേക്ക് ആ ചാർജ് മെമ്മോ നടപടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നു. ധന്യ.